Before Jesus, I didn't know life could have this much meaning. Now, I know. Give me your strength, show me your weakness. We're in this together now. We're in this together now. Give me your love and tell me your secrets. 'Cause we're in this together now. Yeah, we're in this together now. I'll keep you safe, I'll give you my everything. Even if we're falling down, even if we're falling down, all of me is yours, every part of me. 'Cause we're in this together now. You and me together now. What's the point of living if we're scared to lose each other? What's the point of living without you? Tell me now and I'll stop fighting. Tell me now and I'll stop breathing. I don't want to be here without you. Without you. Without you. Without you. Without you. No, 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 no. നമുക്ക് പ്രാർത്ഥിക്കാം. കൃഷിയുടെ കൂതാശയായ മാമോദീസ സ്ഥാപിച്ചുകൊണ്ട് പാപത്തിന്റെ അടിമത്തിൽ നിന്ന് ഞങ്ങളെ മോചിക്കുകയും പ്രസാദവരം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്ന രക്ഷകനായ മിശിഹായെ അവന്റെ ഇനിയുമായി അങ്ങ് നാമത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ മൗതിക ശരീരമായി തീരുവാൻ പോകുന്ന ഈ ശിശുവിനെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. വിശ്വാസം, ശരണം, സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങളാൽ ഈ ശിശുവിനെ വളർത്തണമേ. പ്രായത്തോടൊപ്പം വിജ്ഞാനത്തിലും വിശുദ്ധിയിലും അഭിവൃദ്ധിപ്പെടുവാൻ ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്ന് ഈ ശിശുവിന് സംരക്ഷിക്കുകയും ചെയ്യണമേ. സ്ഥലത്തിൻ്റെ നാഥ എന്നേക്കും ആമേൻ. ലൂക്കായ എഴുതിയ നമ്മുടെ കർത്താവിശ്വമിശയുടെ വിശേഷം. ഉണ്ണീശോയുടെ പരിച്ഛേദനത്തിനുള്ള 8 ദിവസം തികഞ്ഞപ്പോൾ അവിടുത്തെ ഗർഭം ധരിക്കുന്നതിന് മുമ്പ് ദൈവദൂതൻ നിർദ്ദേശിച്ചിരുന്ന ഈശോ എന്ന പേര് അവിടത്തേക്ക് നൽകപ്പെട്ടു. മോശയുടെ നിയമം അനുസരിച്ച് മറിയത്തിൻ്റെ ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ തികഞ്ഞപ്പോൾ കർത്താവിന് സമർപ്പിക്കാനായ കുഞ്ഞിനെ അവർ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. കഴിഞ്ഞുപോലായ ഓരോ ആൺകുട്ടിയും കർത്താവിന് വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണം എന്ന നിയമത്തിൽ എഴുതിയിരിക്കുന്നു. കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ 2 ചങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കേണ്ടിയും വരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയും കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണോ എന്ന് അപേക്ഷിക്കാം. മാമോദീസ പ്രദാനം ചെയ്യുന്ന പ്രസാദപരത്തിൽ ഈ ശിശുവിനെ എന്നും സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശിശുവിനെ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പാകെ സംപ്രീതിയിൽ വളർന്നു വരുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശിശുവിന്റെ മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശിശുവിന് ജ്ഞാനസ്നാനം നൽകുന്ന വൈദികനും ശുശ്രൂഷികൾക്കും എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ശിശുക്കളുടെ സ്നേഹിതനായ ശിശുവായി പിറന്ന അങ്ങയുടെ നാമത്തിൽ ഒന്നിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ ചെറുപ്പം പാർക്കണമേ. ഞങ്ങളുടെ ഈ ഓമന ശിശുവിനെ സഭയുടെ ഉത്തമ സന്താനവും സ്വർഗരാജ്യത്തിന് അവകാശിയുമാക്കുവാൻ ഈ ശിശുവിന് നൽകുവാനും പോകുന്ന അന്ന എന്ന വിശുദ്ധ നാമം സൂചിപ്പിക്കുന്ന
എല്ലാ നന്മകളും ഈ ശിശുവിൽ നിരന്തരം വിളങ്ങി പ്രകാശിക്കട്ടെ. ഈ ശിശുവിൻ്റെ നാമഹേതിയായ അമ്മയുടെ മാതൃക അനുസരിച്ച് യഥാർത്ഥമായി റിസർച്ച് ചെയ്ത് നയിക്കുവാൻ ഈ ശിശുവിനെ സഹായിക്കണമേ. കാവൽ മാലാഖയുടെ നിരന്തരമായ സംരക്ഷണവും ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും ഈ ശിശു ലഭിക്കുമാറാകട്ടെ. ഈ കുഞ്ഞിൻ്റെ ജനനത്തിലും വളർച്ചയിലും താല്പര്യവും സന്തോഷവുമുള്ള എല്ലാവർക്കും, വിശിഷ്യ ഈ കുടുംബത്തിനും ഈ ശിശു എന്നും അഭിമാന സ്തംഭമായിരിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. നസറേത്തിൻ നാട്ടിലെ പാവനി മേരി മാതേ, യേശയ്യാവിൻ മൊഴി ഭൂമിയിൽ മാറിപ്പൂവായി. വെൺമാലാഖ നിന്നാമം വാഴ്ത്തി, കന്യാവന ശാഖയിൽ കാലമൊരുണ്ണിപ്പൂവായി. മന്നാകയും കാക്കുവാൻ ഓമന പൈതൽ വന്നേ. മാതേ പാരിതിൽ പെറ്റമ്മ കണ്ണേയോ, വീണാ നൊമ്പരം താണ്ടുന്നോളേ മറിയേ. ഓർത്തേ നിൻ പുകഴ് പാടുന്നേ ഞങ്ങളോ, ഓരോ വാഴ്വിനും വേരായോളേ മറിയേ. അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് മോചനയാകുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? പാപവും പാപമാകുന്ന നീ ഉപേക്ഷിക്കുന്നുവോ? ഈശോ മിശിഹായെ നിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നുവോ?
ഈ അഭിഷേകനയത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിയായിരുന്നു. ആമേൻ. വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ നിന്നാണ്. നിങ്ങൾ ക്രിസ്തുവുള്ളവരാണെങ്കിൽ അബ്രാഹാമിന്റെ സന്തതികളാണ്. വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശങ്ങളുമാണ്. സുഖം
പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ഈശോയിലെ പ്രിയപ്പെട്ടവരെ, ആരാധനോത്സവത്തിലെ ഏറ്റവും പ്രധാന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്, ഉയർപ്പ് കാലത്തിലേക്ക്. ഇന്നലെ ഉയർപ്പ് ഞായറാഴ്ചയായിരുന്നു. പാപത്തിൽ മരിച്ച് ഈശോയിലുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കേണ്ടതിനെ പറ്റിയാണ് ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതലായിട്ട് സഭ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. ഇന്ന് നമ്മളെല്ലാവരെയും ദേവാലയത്തിൽ പ്രിയപ്പെട്ട കുഞ്ഞ് എന്നായി ഈശോയുടെ മാമോദീസ നൽകി സഭയിലേക്ക് നമ്മൾ സ്വീകരിക്കുകയാണ്. പാപത്തിന് മരിച്ച് ഈശോയിൽ ജീവിക്കുന്നതിനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാമോദീസ വേളയിൽ നമ്മൾ വായിക്കുന്നത് ഈശോയുടെ മാമോദീസയെ പറ്റിയുള്ള നിർഭാഗമാണ്. സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവാത്മാവ് പ്രാപിന്റെ രൂപത്തിൽ ഈശോയുടെ മേൽ ഇറങ്ങി വരുന്നതൊക്കെ നമ്മുടെ വായനയിൽ കാണുന്നുണ്ട്. പിതാവായ ദൈവത്തിന്റെ സ്വരം ഉണ്ടാകുന്നുണ്ട്. ഇവരെന്റെ പ്രിയപുത്രൻ. ഈശോയെ പറ്റി പിതാവ് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ കുഞ്ഞിനെയും നമ്മൾ മാമോദീസ നൽകുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നുണ്ട്. ദൈവാത്മാവ് പരിശുദ്ധാത്മാവ് ഈ കുഞ്ഞിന്റെ മേലെ എഴുന്നള്ളി വരുന്നുണ്ട്. ദൈവപിതാവിന്റെ സ്വരം ഇവിടെ പ്രിയപ്രിയാകുന്നുവെന്ന ദൈവത്തിന്റെ സ്വരം ഇവരുടെ മേലെ ഉണ്ടാകുന്നുണ്ട്. വിശുദ്ധിയിൽ വിജ്ഞാനത്തിലൊക്കെ ദൈവത്തിന്റെ മനുഷ്യരെ സംപ്രീതിയിൽ ഈ ശിശു വളരുന്നതിനായിട്ട് നമുക്ക് ഈ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കുമ്പോൾ പ്രാർത്ഥിക്കാം, ദൈവാനുഗ്രഹിക്കാം. അനന്തരം ഈശോ ഗലീലയിൽ നിന്ന് യോർദാനിൽ യോഹന്നാന്റെ അടുത്തേക്ക് അവരിൽ നിന്ന് മാമോദീസ സ്വീകരിക്കാൻ വന്നു. യോഹന്നാൻ അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നിൽ നിന്ന് മാമോദീസ സ്വീകരിക്കേണ്ടത് ആവശ്യമായിരിക്കെ നീ എന്റെ അടുക്കിലേക്ക് വരുന്നുവോ? ഈശോ മറുപടിയായി അവനോട് പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കുക. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അപ്പോൾ അവൻ സമ്മതിച്ചു. മാമോദീസ സ്വീകരിച്ച് കഴിഞ്ഞയുടൻ ഈശോ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിനെ പോലെ അവന്റെ മേൽ ഇറങ്ങി വരുന്നത് കണ്ടു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സാധിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ഈ ശിശുവിനെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കൃപയുണ്ടാകണമേ. രോഗങ്ങളിൽ മാമോദീസ സ്വീകരിച്ച് വിനയത്തിന് മാതൃക കാണിച്ച കർത്താവേ, ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ള കർത്താവ് ഈ ദാസയ്ക്ക് നൽകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കൃപയുണ്ടാകണമേ. ഞങ്ങൾക്ക് വേണ്ടി നൽകുകയും സംസ്കരിക്കപ്പെടുകയും മഹത്വത്തോടെ നൽകുകയും ചെയ്ത കർത്താവേ, പാപത്തിന് മരിച്ച് നവജീവൻ പ്രാപിക്കുന്ന ഈ ശിശുവിനെ നിന്റെ കൽപ്പന നിവർത്തിക്കുന്ന ഞങ്ങളെ കൃപമാർക്കണമേ. ഭൂമിയിൽ സ്വർഗ്ഗരാജ്യം സ്ഥാപിക്കുവാൻ നീ നിയോഗിച്ച സഭ ഞങ്ങളിലൂടെ ആ ദൗത്യം പൂർത്തിയാക്കട്ടെ. മനുഷ്യരെല്ലാവരും ഒരിടയുടെ കീഴിൽ ഒരാലയത്തിനൊന്നു ചേർന്ന നിന്റെ രക്ഷാകരത്തിനും വേഗം സഞ്ചാരമാകട്ടെ. നിങ്ങൾ പരിക്രമം ചെയ്യുന്ന ഈ വിശുദ്ധ കൂദാശ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്താൽ ഈ ശിശുവിനെ നിത്യജീവനിലേക്കുള്ള വാഹനമായി ഭവിക്കട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും സ്നേഹവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലങ്കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്ന് അങ്ങയെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവ്വം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ഞങ്ങളെ ത്വരിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ദോഷിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. വിശുദ്ധമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗമെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവായ കന്യാമറിയത്തിൽ നിന്ന് ശരീരം
സ്വീകരിച്ച മനുഷ്യനായി പിറന്നു. പീഡകൾ സഹിക്കുകയും ശ്രീമായി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിലേക്ക് ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. യോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കുകയും മാമോദീസ നൽകുവാൻ സ്നേഹന്മാരെ നിയോഗിക്കുകയും ചെയ്ത കർത്താവേ, ഈ കൂദാശീതാവിനെ പരികർമ്മം ചെയ്യുവാൻ എന്നെ യോഗ്യരാക്കണമേ. സകലത്തിന്റെ നാഥ എന്നേക്കും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് വരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് നമുക്ക് ആരാധനയും സ്തുതിയും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ നൽകി വന്ന് ഈ ദൈനത്തിൽ ആവസിച്ചതിനെ ആശീർവദിക്കുമാറാകട്ടെ. മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും ഉയർപ്പിന്റെയും പ്രതീകമായ മാമോദീസായുടെ പരിക്രമത്തിനായി ആരാധ്യമായ തൃത്വത്തിന്റെ നാമത്തിൽ ഈ തൈലം പൗത്രീകരിക്കപ്പെടട്ടെ. ഈ തൈലം ഞങ്ങൾക്ക് ജീവന്റെ അടയാളമായി തീരട്ടെ. അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ രക്ഷകനുമായി ഈശോ മിശിഹായിലൂടെ പൂർത്തീകരിക്കപ്പെടുന്ന മാമോദീസ വഴി ഞങ്ങൾക്ക് പരിപൂർണമായ വിശുദ്ധയും സ്വർഗഭാഗ്യവും അവിടുത്തെ പൗരോഹിത്യത്തിൽ പങ്കാളിത്തവും ലഭിക്കുമാറാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പാവമോചകമായ മാമോദീസായിൽ അമർത്തയുടെ അടയാളമായി തീരുവാൻ ഈ തൈലം വിശുദ്ധ മൂറോൻ കൊണ്ട് മുദ്രിതമാവുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പരസ്പരം കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആത്മാവിന്റെ ആവാസത്താൽ പൗത്രീകരിക്കപ്പെട്ട ഈ തൈലം കൊണ്ട് അഭിഷിക്തരാകുന്ന അങ്ങയുടെ ദാസരെ മിശിഹായുടെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുകാരാകുവാനും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാകുവാനും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദൈവമേ, യോർദാൻ നദിയിൽ വെച്ച് മാമോദീസ സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേൽ ഇറങ്ങി വസിച്ചവനും മനുഷ്യപ്രകൃതിയെ നവീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടുന്ന് ആവസിക്കുന്ന ഈ ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലും ആത്മാവിലും പൗത്രീകരിക്കപ്പെട്ട് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാവുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസായിലൂടെ പാപമോചനം നൽകി ആത്മീയ ജന്മം നൽകുന്ന പുതിയ മുദ്രമായി തീരുവാൻ ഈ ജലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ ദൈവത്തോട് കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്ന വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്ന മാമോദീസ മുക്കപ്പെടുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹാ വിശുദ്ധിയുടെ വസ്ത്രത്താൽ നിന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ നിനക്ക് മാർഗദീപമായിരിക്കട്ടെ. ഞങ്ങളുടെ
നിത്യ ജീവിത പൂർണ്ണതയിലേക്ക് കൊള്ളുമാറാകട്ടെ. ഐശ്വര്യകാലത്ത് അങ്ങേ വിസ്മരിക്കാതിരിക്കുവാനും ക്ലേശങ്ങളിൽ അങ്ങയിൽ ആശ്രയിക്കുവാനും നിങ്ങൾ ശക്തിയാകട്ടെ. ലോകത്തിൽ അങ്ങയുടെ സജീവ സാക്ഷിയായി ജീവിച്ച മരണശേഷം നിത്യ സൗഭാഗ്യം അനുഭവിക്കുവാൻ ഇവളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പരിശുദ്ധാത്മാവിനാൽ പൂരിതയായി വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. കാരണം ഈ ദാസിയെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. അതിനനുസരിച്ച് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരും കൃത്യവിശുദ്ധിയോടുകൂടി മൗനമായി പ്രാർത്ഥിക്കാം. സ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അവരെ ശക്തിപ്പെടുത്തി അങ്ങയുടെ ആനന്ദകാരണത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സ്ലീഹന്മാരുടെയും അവരുടെ ഗാമികളുടെയും കൈകൂടി പരിശുദ്ധാത്മാവിന്റെ ദാനമെന്നും സഭയിൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങ് ഈ ദിവ്യദാനം അങ്ങയുടെ ദാസിക്ക് നൽകുന്നതിന് എളിയവനായി എന്നെയും യോഗ്യനാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മാമോദീസായുടെ പുതുജന്മവും മിശിഹായുടെ മൗതിക ശരീരത്തിൽ അംഗത്വവും നിത്യജീവനുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ദാസിയെ മുദ്രിതയാക്കണമേ. ആബാ പിതാവെ നങ്ങേ വിളിക്കുവാൻ പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെ ഈ ദാസിക്ക് നൽകണമേ. കൈവപ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളിയും സഭയുടെ വിശ്വസ്തദാസിയുമായി ജീവിക്കുവാൻ ഇവളെ ശക്തയാക്കണമേ. അങ്ങയുടെ ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഇവളിൽ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ ദാസിക്കിടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസ സ്വീകരിച്ച അന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പൂർണ്ണയാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കർത്താവായ ദൈവമേ, ദാസി സ്വീകരിച്ച ജീവദായകമായ അടയാളവും പരിശുദ്ധാത്മാവിന്റെ കൃപാവരപൂർണ്ണതയും ഇവൾ ആരംഭിച്ചിരിക്കുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് ഈ ദാസിയെ സംരക്ഷിക്കട്ടെ. മിശിഹായുടെ ദിവ്യപരിമളം ജീവിതത്തിലുടനീളം പ്രസരിപ്പിക്കുവാൻ ഇവൾക്ക് ഇടയാവുകയും ചെയ്യട്ടെ. ആത്മീയാനന്ദത്തിൻ്റെയും നിത്യസൗഭാഗ്യത്തിൻ്റെയും അടയാളമായി അന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു. മനസ്സിൽ
ദൈവമേ, ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായുടെ വാഗ്ദാനം ഈ ദാസിയെ നിറവേറ്റിയതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെയും മകളെ മിശിഹായുടെ കൂടവകാശിയും പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സമ്പന്നയുമാക്കിയതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ദാസി സത്യത്തിലും ആത്മാവിനാലും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ എന്നേക്കും. മാമോദീസായിലൂടെ ദൈവമക്കളുടെ പദവിയിലേക്ക് നമ്മെ ഉയർത്തിയ ദൈവം വാഴ്ത്തപ്പെടവനാകട്ടെ. തിരുസഭയുടെ വിശ്വസ്തപുത്രിയായി ജീവിക്കുവാൻ അവിടുന്ന് നിന്നെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിനെയും എന്നും സുവിശേഷത്തിന് സാക്ഷ്യം നൽകുന്ന ധീരപ്രേക്ഷതയായി തീരട്ടെ. കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗ്ഗസൗഭാഗ്യത്തിന് അവകാശിനിയായി തീരുന്നതുവരെ ആപത്തുകളിൽ തുണയും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളിൽ ബലവും നൽകി അവിടുന്ന് നിന്നെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കൾക്ക് ആശ്രയവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകയുമായി തീരുവാൻ ദൈവത്തിനെ യോഗ്യയാകട്ടെ. ഈ തിരുക്കർമ്മത്തിൽ പങ്കുണ്ടായില്ലാത്തവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹം നീ അറിഞ്ഞില്ലയോ? അമ്മേ ആദ്യമായി വിളിച്ചില്ലയോ? ആ ദിവ്യ സ്നേഹം നീ അറിഞ്ഞില്ലയോ? പൊന്നുണ്ണി മോനിന്ന് പുണ്യദിനം, മാമോദിസായുടെ ദിവ്യദിനം. പൊന്നുണ്ണി മോനിന്ന് പുണ്യദിനം, മാമോദിസായുടെ ദിവ്യദിനം. സ്വർഗീയ സംഗീതം നീട്ടിടുന്നു, മാലാഖമാരത്തു പാടിടുന്നു, സ്വർഗീയ സംഗീതം നീട്ടിടുന്നു. Dear family and friends, today marks a sacred milestone on Edlin's journey, and we are so grateful to have you all here to share in this blessed occasion. On behalf of Edlin's parents, Nitin and Jasna, and her loving sister Edel, I welcome each and every one of you to this beautiful and joyful celebration, the christening reception of our precious little angel Edlin. Therefore, I invite our star Edlin and her parents,
Nidin and Jasna and their loving sister Edel onto the stage. John and Alice, who have lovingly taken on the spiritual role of guiding Edlin with faith and wisdom. So I invite you both onto the stage. A warm mention to her grandparents, John and Philemon, whose love and prayers have laid strong roots for this little one. Yes, your presence on the stage make this function more colorful. Please come. Since Iris and Max, if you're with us, your presence bring extra cheer to this evening, so please come. We fondly remember Sugu Uncle, Jaymol Auntie, and dear cousin David, Ava, Benji, and Christian. Each of you holds a special place in Edlin's ever-growing circle of love and joy. And of course, sending a heartfelt hug and our warmest regards to Tutu Chachan and Nina Auntie. Your presence is felt even from afar. And now, what's a celebration without a little sweetness? It's time for one of the most delightful moments of the evening, the cake-cutting ceremony in honor of our precious Edlin. We invite the star of today's celebration, baby Edlin, along with her loving parents Nidin and Jasna, and her adorable sister Edel, her godparents, and her dear grandparents. Let's join their happiness with a big clap. Pulko
to